പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അങ്ങനെ ആദർശ് നയനയും വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്തിന് ദേവേനിക്കും അവിടെ നിൽക്കുന്നവർക്കെല്ലാവർക്കും അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. മുത്തശ്ശൻ ഇത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിലും എല്ലാവർക്കും വലിയൊരു അത്ഭുതം തോന്നി. അനന്തപുരിയിൽ നിന്നും ആദർശ് നായനയും പടിയിറങ്ങിപ്പോയപ്പോൾ എല്ലാവരും കരുതിയത് അവരെ മുത്തശ്ശൻ എന്നേക്കുമായി പുറത്താക്കിയെന്നായിരുന്നു. അവരെ തിരികെ വിളിക്കുമെന്ന് പലരും ആവശ്യപ്പെട്ടെങ്കിലും മുത്തശ്ശൻ ഒരു ഭാവഭേദവുമില്ലാതെ അതെല്ലാം നിരസിക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ സർവ്വ പ്രൗഢിയോടും കൂടി അവർ തിരികെ എത്തിയിരിക്കും. ഓടിച്ചെന്ന് നയനെ വാരിപ്പുടരുമ്പോൾ ദേവേനയുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. മോളെ, നയന മോളെ, നീ എത്തിയോ എന്റെ ആദർശി എന്ന് പറഞ്ഞ് അവർ ആദർശിനെയും ചേർത്ത് പിടിച്ചു. സന്തോഷം കൊണ്ട് അവരുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. ഇതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാവാതെ അന്തിച്ച് നിൽക്കുമായിരുന്നു അനി ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം. അനിക്ക് മുത്തശ്ശന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമായിരുന്നു. അനന്തപുരിയുടെ ഈ ഒരു നേട്ടങ്ങൾക്ക് പിന്നിൽ ആദർശിന്റെ ബുദ്ധിയാണെന്നും അതിനാൽ ആദർശിനെയും നയനെയും തിരികെ കൊണ്ടുവരുമെന്നും അനി പലവട്ടം ആവശ്യപ്പെട്ടതാണ്. അപ്പോഴൊക്കെ മുഖം തിരിച്ചു നടന്ന മുത്തശ്ശൻ ഇത്ര വലിയൊരു നാടകം കളിക്കുകയായിരുന്നോ? അനി ചിരിയോടുകൂടെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഇതെല്ലാം മുത്തശ്ശന്റെ കളിയായിരുന്നു അല്ലേ? ആരും അറിയാതെ ഈ സർപ്രൈസ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അല്ലേ? മുത്തശ്ശിന്റെ മുഖത്ത് ഗൗരവവും സ്നേഹവും ഒരുപോലെ നിഴലിച്ചു. ഇത് മാത്രമല്ല അനിമോനെ, ഇനിയും വലിയ സർപ്രൈസുകളൊക്കെ ഈ അനന്തപുരിയെ കാത്തിരിക്കുന്നുണ്ട്, മുത്തശ്ശൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആദർശ് നേരെ ചെന്ന് മുത്തശ്ശന്റെ കാൽക്കൽ തൊട്ട് വന്ദിച്ചു. അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ എല്ലാവരോടുമായി പറഞ്ഞു. നിങ്ങൾ എല്ലാവരും വിചാരിച്ചത് ആദർശിനെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കിയെന്നല്ലേ? അവനൊരു ചെറിയ തെറ്റുപറ്റിപ്പോയപ്പോൾ നിങ്ങൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി. അനന്തപുരിയുടെ ശത്രുക്കൾ അവനെ വീഴ്ത്താൻ നോക്കി. എന്നാൽ ഡൽഹിയിലും ദുബായിലുമൊക്കെ വെച്ച് ഇവരെ ചതിച്ചവരാൾ കണ്ടെത്താനും വിജയശ്രീലാളിതനായി തലയുയർത്തി ഈ തറവാട്ടിലേക്ക് തന്നെ അവൻ തിരിച്ചു വരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അവനെ മാറ്റി നിർത്തിയത്. അനന്തപുരിയുടെ ആദർശ് ഒരിക്കലും ആരുടെ മുന്നിൽ തോറ്റുപോവാൻ തല കുരിക്കാൻ പാടില്ല. അതിനൊരു വീറും വാശിയും ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ ഇവനോട് എനിക്ക് യാതൊരുവിധ ദേഷ്യവും ഉണ്ടായിട്ടില്ല. മുത്തശ്ശന്റെ ആ വാക്കുകൾ അവിടെ നിന്ന് പലരുടെയും നെഞ്ചിൽ കൊള്ളാൻ പോലെയാണ് പതിച്ചത്. ജാനകിയൊക്കെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ നെട്ടിയത് അവന്തികയായിരുന്നു. അവളുടെ ഉള്ളിലൂടെ ഒരു കൊടും ഭയം കടന്നുപോയി. അപ്പോൾ ഈ കിളവൻ ഇത്രയും കാലം കളിച്ചത് വലിയൊരു നാടകമായിരുന്നോ? എൻ്റെ അച്ഛൻ നാഗേന്ദ്രനെ കൊടുക്കാനും സത്യങ്ങളൊക്കെ കണ്ടെത്താനും വേണ്ടിയിട്ടായിരുന്നോ ആദർശിനെ പുറത്തിറക്കിയതായിട്ട് അഭിനയിച്ചത്? ഇനിയിപ്പോൾ ആദർശ് തിരികെ എത്തിയ അനിയുടെ MD സ്ഥാനം പോകുമോ? അവൻ MD കസേരയിൽ ഇരുന്നാൽ മാത്രമേ ഈ വീഡിയോ സ്വത്തൊക്കെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അവന്തികയുടെ മനസ്സിൽ ചിന്തകളുടെ കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. മുഖത്തൊരു ഭാവവ്യത്യാസവും കാണിക്കാതെ അവൾ എല്ലാതും നോക്കി നിന്നു. അനന്തപുരിയിലെ ഈ സന്തോഷങ്ങൾക്കിടയിലേക്കാണ് ജലജ എത്തുന്നത്. എന്നാൽ ജലജയുടെ മനസ്സിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ വലിയൊരു ഭയമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതം തകർത്തെറിഞ്ഞ, താൻ വെറുത്തുപേക്ഷിച്ച നാഗേന്ദ്രൻ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു എന്ന ആ ഒരു സത്യം അവരെ വല്ലാതെ ഉലയിച്ചു. ജലജ നേരെ അബിയുടെയും നവ്യയുടെയും അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും ഭയവും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും നാഗേന്ദ്രനെ അറിയാമായിരുന്നോ? ജലജയുടെ ചോദ്യം കേട്ട് അബിയും നവ്യയും പരസ്പരം നോക്കി. അവർ രണ്ടും ഒന്നും അറിയാത്തതുപോലെ കൈമലർത്തി. ശരിക്കും പറഞ്ഞാൽ നവ്യ ഒരു വലിയ നാടകം കളിക്കുമായിരുന്നു അവിടെ. നവ്യക്കെല്ലാം അറിയാമായിരുന്നു നാഗേന്ദ്രനാണ് ഈ കളിക്ക് പിന്നിലെന്നും അവന്തികക്കും അബിക്കും ഇതെല്ലാം അറിയാമെന്നും അവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നറിയാവുന്നത് കൊണ്ടാ നവ്യ വളരെ കൂളായി തന്നെ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല. ഏൺ ജ്വല്ലറിക്ക് പിന്നിൽ നാഗേന്ദ്രനാണെന്ന് ഡേവിഡ് സർ വിളിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അല്ലാതെ നാഗേന്ദ്രന് അയാളെക്കുറിച്ചോ അയാളുടെ കളികളെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല. അബിയും അത് തന്നെ ആവർത്തിച്ചു. എന്നാൽ ജലജയ്ക്ക് അതൊന്നും അത്ര വിശ്വാസമായില്ല. അവർ രണ്ടുപേരും കർശനമായി ഒരു താക്കീത് നൽകാൻ തന്നെ ജലജ തീരുമാനിച്ചു. നവ്യേ, നീ ഇനി AN ജ്വല്ലറിയുടെ മോഡലായി പോകരുത്. അബിയും നീയും ആ കൂട്ടത്തിലേക്ക് ഇനി പോവാൻ പാടില്ല. നാഗേന്ദ്രൻ എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ദുഷ്ടനാണ്. അയാളുടെ കൂടെ നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തകരും. പണം കണ്ട് നിങ്ങൾ ആ ദുഷ്ടന്റെ വലയിൽ വീഴരുത്. ജലജയുടെ വാക്കുകളിൽ ഒരു അമ്മയുടെ വേദനയും ഭയവും ഉണ്ടായിരുന്നു. എങ്കിലും പണത്തിന്റെ മോഹവലയിൽ നിന്നും വീണുപോയ അവർ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. എന്തു വന്നാലും തങ്ങൾ അവിടെ തന്നെ തുടരുമെന്ന് തന്നെ അബിയൊക്കെ മനസ്സിൽ തീരുമാനിച്ചു. ആദർശ നയനയും തിരിച്ചെത്തിയതിന്റെ ആ ഒരു സന്തോഷത്തിൽ അനന്തപുരിയിൽ ഒരു വലിയ പൂജ തന്നെ നടത്താൻ മുത്തശ്ശൻ തീരുമാനിച്ചു. വീടിന്റെ ദോഷങ്ങൾ മാറാനും പ്രത്യേകിച്ചും നയനയ്ക്കിപ്പോൾ ഒരു വിശേഷമുള്ളത് കൊണ്ട് തന്നെ അവൾക്കും കുട്ടിക്കും നല്ലത് വരാനുമാണ് ഈ പൂജ എന്ന് മുത്തശ്ശൻ എല്ലാവരെയും അറിയിച്ചു. തറവാട് മുഴുവൻ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. പൂക്കൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും വീട് അലങ്കരിച്ചു. എന്നാൽ ഈ സന്തോഷങ്ങളൊന്നും തന്നെ അനിയുടെ മുറിയിലേക്ക് കടന്നു ചെന്നിരുന്നില്ല. അനി ആകെ അസ്വസ്ഥമായിരുന്നു. അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുത്തശ്ശൻ ഉറപ്പിച്ചിരിക്കുകയാണ്. തനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത താൻ ഒരു സഹോദരിയെ പോലെ കണ്ടിരുന്ന അവന്തികയെ എങ്ങനെ തന്റെ ജീവിത സതിയാക്കുമെന്നൊക്കെ ഓർത്തുകൊണ്ട് അനിയുടെ തല പുകയുന്നുണ്ടായിരുന്നു. അനിയുടെ മനസ്സിൽ എപ്പോഴും നന്ദു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നന്ദുവിനെ അല്ലാതെ മറ്റൊരാളെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അനിക്കൊരിക്കലും കഴിയുമായിരുന്നില്ല. അനാമികയുമായിട്ടുള്ള വിവാഹബന്ധം തന്നെ ഇനിയും നിയമപരമായിട്ടൊന്നും വേർപിരിഞ്ഞിട്ടില്ല.
അതിനു മുൻപേ അടുത്ത വിവാഹം എല്ലാം കൂടി അനർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്രയായിട്ട് അനിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനി ദേഷ്യത്തിൽ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് കട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവന്തിക പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത്. വളരെ പാവം ചമഞ്ഞ് ഒന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു അവളുടെ നിൽപ്പ്. അനിയേട്ടൻ എന്താ ഈ താഴേക്ക് വരാത്തത്? പൂജയ്ക്കുള്ള പുരോഹിതനൊക്കെ എത്തി, ഡ്രസ് ഒന്നും മാറിയില്ലേ? അവന്തിക ചോദിച്ചു. അവന്തികയുടെ ശബ്ദം കേട്ടപ്പോ അനിയുടെ നിയന്ത്രണം വിട്ടു. എന്താണ് നിനക്ക് വേണ്ടത്? നീ എന്തിനാ ഇപ്പോൾ എന്റെ മുറിയിലേക്ക് കയറി വന്നത്? എന്നോട് ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് കയറി വരരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? അനി പൊട്ടിത്തെറിച്ചു. അവന്തികയുടെ മുഖത്ത് ഒരു സങ്കടം വരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, അനിയേട്ടൻ താഴേക്ക് വന്നില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന്. നമ്മുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ, എന്നിട്ടും അനിയേട്ടൻ എന്നോടൊരു സ്നേഹവും കാണിക്കുന്നില്ലല്ലോ. എനിക്കറിയാം അനിയേട്ടന്റെ മനസ്സിൽ ഞാനില്ല എന്ന്. അതെ, എന്റെ മനസ്സിൽ നീയല്ല ഉള്ളത്. നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നിന്നെ ഒരു അനിയത്തിയെ പോലെയല്ലേ ഞാൻ ഇത്രയും നാളും കണ്ടത്. പിന്നെ പെട്ടെന്ന് നിനക്കെന്താ ഇങ്ങനൊരു മാറ്റം? നിനക്ക് മുത്തശ്ശനോട് പോയി പറഞ്ഞൂടെ ഈ വിവാഹത്തിന് നിനക്കൊട്ടും താല്പര്യമില്ല എന്ന്? അനി ദേഷ്യത്തോട് ചോദിച്ചു. എനിക്ക് അനിയേട്ടനോട് ഇഷ്ടമാണ്. നവീനുമായിട്ടുള്ള എന്റെ വിവാഹം മുടങ്ങിയപ്പോൾ അവനേക്കാളും യോഗ്യനായിട്ടൊരാളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അനിയേട്ടൻ അവനേക്കാളും മിടുക്കനും സുന്ദരനുമാണ്. എനിക്ക് അനിയേട്ടനെ ഇഷ്ടമാണ്. അവന്തിക തന്റെ കള്ളങ്ങളങ്ങ് നിരത്തിവെച്ചു. നിന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ? എന്റെ ഇഷ്ടം ആരും നോക്കുന്നില്ല. അനാമികയുമായിട്ടുള്ള എന്റെ ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല. എനിക്കെങ്ങനെ നിന്നെ വിവാഹം കഴിക്കാൻ കഴിയും? അനി നിസ്സഹായതയോട് ചോദിച്ചു. അതൊക്കെ മുത്തശ്ശൻ കോമ്പൻസേഷൻ കൊടുത്തു തന്നെ തീർത്തോളും. അനിയേട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പക്ഷേ അനിയേട്ടന്റെ ഈ ഒരു ദേഷ്യത്തിന് കാരണം ആ നന്ദുവല്ലേ? അവളല്ലേ ഇപ്പോഴും അനിയേട്ടന്റെ മനസ്സിൽ? എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടുകാരോ നന്ദുവിന്റെ വീട്ടുകാരോ നിങ്ങളുടെ ബന്ധത്തിന് സമ്മതിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അനിയേട്ടൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവന്തിക വളരെ കൃത്യമായി തന്നെ അനിയുടെ മുറിവിലങ്ങ് കുത്തി. ഇത് കേട്ടതോടുകൂടെ അനിയുടെ സമനില തെറ്റി. ഇറങ്ങിപ്പോടി എന്റെ മുറിയിൽ നിന്ന് അലറിക്കൊണ്ട് തന്നെ അനി അവളെ പിടിച്ച് പുറത്തേക്ക് അങ്ങ് തള്ളി. അവന്തിക ബാലൻസ് തെറ്റി പുറത്തേക്ക് വീണു. ഈ രംഗം കണ്ടുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത്. നവ്യയും ഉണ്ടായിരുന്നു. ദേവയാനി ഓടി വന്ന് അവന്തികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ മോളെ ഇത്? എന്താ ഇവിടെ ഉണ്ടായത്? അവർ ആവലാതിയോട് കൂടി ചോദിച്ചു. അവന്തിക കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, അനിയേട്ടൻ എന്നോട് ഭയങ്കര ദേഷ്യമാണ് അപ്പച്ചി. അനിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാണുള്ളത്. അവളെ മനസ്സിൽ നിന്നും ഒഴിവാക്കാനൊന്നും അപ്പച്ചി പറയണം. ഇത്രയും പറഞ്ഞ് വലിയ സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ട് തന്നെ അവന്തിക അവിടെ നിന്നും പോയി. ഇതൊക്കെ കണ്ട് പാവം ദേവയാനിയുടെ മനസ്സറിഞ്ഞു. അവന്തിക എത്ര നല്ല കുട്ടിയാണെന്നും അനി അവളോട് കാണിക്കുന്നതൊക്കെ വലിയ ക്രൂരതയാണെന്നും അവര് വിശ്വസിച്ചു. അനിയുടെ സ്വഭാവം മാറ്റാൻ ആദർശിനോട് നയനയോട് സംസാരിക്കാൻ തന്നെ ദേവയാനി തീരുമാനിച്ചു. അവന്തികയുടെ ഈ അഭിനയമൊന്നും തന്നെ നവ്യയുടെ അടുത്ത് ചിലവാകുന്നില്ല. അവൾ ഈ കുടുംബത്തെ നശിപ്പിക്കാനും സ്വത്തുക്കളെല്ലാം തന്നെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അനിയെ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നത് എന്ന് നവ്യക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അനിയുടെ മനസ്സിൽ നന്ദുവാണെന്നും അവർ തമ്മിലുള്ള പ്രണയം എത്രത്തോളം സത്യസന്ധമാണെന്നും നവ്യ മനസ്സിലാക്കിയിരുന്നു. അവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന് തന്നെ നവ്യ മനസ്സിൽ ഉറപ്പിച്ചു. അതിനാൽ തന്നെ അവന്തികയുടെ ഓരോ നീക്കങ്ങളും അവൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. വിവാഹ നിശ്ചയം അടുക്കുംതോറും അവന്തികക്ക് ടെൻഷൻ കൂടി വന്നു. അനി തീരെ വഴങ്ങുന്നില്ല. അവൻ വിവാഹ നിശ്ചയത്തിന് ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വിവരം അച്ഛൻ നാഗേന്ദ്രനെ അറിയിക്കാനായി അവന്തിക രഹസ്യമായി പുറത്തേക്ക് പോയി. അവൾക്ക് പിന്നാലെ സംശയത്തോടു കൂടെ നവ്യയും ഇറങ്ങി. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അവന്തിക നാഗേന്ദ്രനെ കണ്ടുമുട്ടി. അവർ തമ്മിലുള്ള സംസാരം കേൾക്കാൻ പാകത്തിന് മറഞ്ഞു നിന്നുകൊണ്ട് നവ്യ തന്റെ മൊബൈൽ ഫോൺ ക്യാമറ ഓൺ ചെയ്തു. അച്ഛാ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ്. അനിയേട്ടൻ ഈ വിവാഹത്തിനൊട്ട് താല്പര്യം കാണിക്കുന്നില്ല. നിശ്ചയത്തിന്റെ അന്ന് താഴേക്ക് ഇറങ്ങിയില്ല എന്നാ പറയുന്നത്. അനിയേട്ടന്റെ മനസ്സിൽ മുഴുവൻ ആ നന്ദുവാണ്. ഈ വിവാഹം നടന്നില്ല എങ്കിൽ മുത്തശ്ശൻ എന്റെ കള്ളത്തരം കണ്ടുപിടിക്കും. പിന്നെ എന്നെ അവിടെ നിർത്തില്ല. അവന്തിക വല്ലാതെ വെപ്രാളത്തോടെ പറഞ്ഞു. നാഗേന്ദ്രൻ ഒരു കുടില ചിരിയോടുകൂടെ പറഞ്ഞു, നീ പേടിക്കാതെ മോളെ. ആ നിശ്ചയം കൃത്യസമയത്ത് തന്നെ നടക്കും. നീ പോയി അവനോടൊരു കാര്യം പറയണം. മുത്തശ്ശന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഈ നിശ്ചയത്തിന് താഴേക്ക് വരാൻ പറയണം. നിശ്ചയം കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ അയർലാൻഡിലേക്ക് തിരിച്ചു പോകുമെന്നും പറയണം. പിന്നെ ഈ വിവാഹം നടക്കില്ല എന്നും അവനെ വിശ്വസിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ അവൻ എളുപ്പത്തിൽ തന്നെ താഴേക്ക് വന്നോളും. ഇത് നമ്മുടെ ഒരു നാടകമാണ്. ഈ വിവാഹം നടക്കണം. അനന്തപുരിയിലെ ആ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരണം. അനന്തമൂർത്തിയേക്കാൾ തല ഉയർത്തിപ്പിടിച്ച് എനിക്ക് നിൽക്കണം മോളെ. നാഗേന്ദ്രന്റെ ആ ഒരു ക്രൂരമായ പ്ലാന് മുഴുവൻ നവ്യ തന്റെ ഫോണിൽ പകർത്തിയിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു വിജയചീരി പിടർന്നു. ഇനി നീ നിർത്തടി അവന്തികെ. നിന്റെ ഈ കള്ളത്തരം ആദർശേട്ടന്റെ മുന്നിൽ ഞാൻ എത്തിക്കും. നവ്യ വേഗം തന്നെ ആ വീഡിയോ തന്റെ സുഹൃത്തു വഴി ആദർശേട്ടന്റെ ഫോണിലേക്ക് അങ്ങ് അയച്ചു കൊടുത്തു. നാഗേന്ദ്രൻ പറഞ്ഞുകൊടുത്ത ഐഡിയയുമായിട്ട് അവന്തിക നേരെ അനിയുടെ അടുത്തേക്ക് ചെന്നു. വലിയൊരു ത്യാഗം ചെയ്യുന്നവളെ പോലെ തന്നെ അവൾ അനിയോട് പറഞ്ഞു, അനിയേട്ടൻ ഈ വിവാഹ നിശ്ചയത്തിന് മാത്രം ഒന്ന് താഴേക്ക് വരണം. മുത്തശ്ശന് അതൊരു വലിയ സങ്കടമായിരിക്കും നമ്മൾ കാരണം. നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എന്റെ പഠനത്തിനായി വിദേശത്തേക്ക് പോകും.
പിന്നെ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല, ഞാൻ വാക്ക് തരുന്നു. ഇത് കേട്ടപ്പോൾ അനിയുടെ മനസ്സൊന്ന് അയഞ്ഞു. മുത്തശ്ശനെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് മനസ്സില്ല മനസ്സോടുകൂടെ അവൻ വിവാഹ നിശ്ചയത്തിന് തയ്യാറായി. അനന്തപുരി തറവാട് അന്നൊരു ഉത്സവപ്പറവ് പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നു. അതിഥികളും ബന്ധുക്കളും എല്ലാവരും എത്തിക്കഴിഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. മുത്തശ്ശൻ വളരെ അഭിമാനത്തോടുകൂടെ എല്ലാം നോക്കി നടത്തുന്നുണ്ട്. അതിമനോഹരമായ വേഷത്തിൽ അവന്തിക അണിഞ്ഞൊരുങ്ങി താഴേക്ക് വന്നു. അവളുടെ ഉള്ളിൽ വല്ലാത്ത അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു. കുറച്ചു കഴിഞ്ഞ് അനിയും താഴേക്ക് വന്നു. ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. എല്ലാവരും ആകാംക്ഷയുടെ നിമിഷത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആദർശ് ഒരു കൊടുങ്കാറ്റുപോലെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. നിക്ക്, ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. ആദർശിന്റെ ഗാംഭീര്യമുള്ള ആ ഒരു ശബ്ദം ഹാളിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടു. എല്ലാവരും ഞെട്ടിപ്പോയി. മുത്തശ്ശൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, ആദർശേ, നീ എന്തായി പറയുന്നത്? എന്താ ഇവിടെ പ്രശ്നം? ആദർശ് തന്റെ മൊബൈൽ ഫോൺ മുത്തശ്ശന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, മുത്തശ്ശൻ ഈ വീഡിയോ ഒന്ന് കാണണം. ഇത് കണ്ട് തീരുമാനമെടുക്കണം, ഈ നിശ്ചയം നടക്കണോ വേണ്ടയോ എന്ന്. ആദർശ് ആ വീഡിയോ വലിയൊരു സ്ക്രീനിലേക്ക് കണക്ട് ചെയ്തു. ഹാളിൽ നിൽക്കുന്ന എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി. നാഗേന്ദ്രനും അവന്തികയും തമ്മിലുള്ള ആ ഒരു രഹസ്യ സംഭാഷണം അവിടെ തെളിഞ്ഞു വന്നു. അനന്തപുരിയെ തകർക്കാനും സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനുമുള്ള അവരുടെ പ്ലാനുകൾ ഓരോരുത്തരും വ്യക്തമായി തന്നെ കേട്ടു. അവന്തികയുടെ മുഖത്തെ ചോരങ്ങ് വാർന്നുപോയി. ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. ജലജയും അഭിയും ദേവയാനിയും എല്ലാവരും ഇത് കണ്ടിങ്ങനെ സ്തംഭിച്ചു നിൽക്കുവാണ്. അത് കണ്ടപ്പോഴാണ് അനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. വീഡിയോ തീർന്നപ്പോൾ മുത്തശ്ശൻ അവന്തികയുടെ നേരങ്ങ് നടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി പാറി. അവന്തിക എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ അനന്തപുരിയിലെ മുത്തശ്ശന്റെ വലതുകൈ അവളുടെ കവളിലങ്ങ് പതിഞ്ഞു. ഠേ എന്നൊരു ശബ്ദത്തോടു കൂടെ അതങ്ങ് മുഴങ്ങിക്കേട്ടു. അവന്തിക നിലത്തേക്കങ്ങ് വീണുപോയി. നീയാണോടി ഈ കുടുംബം നശിപ്പിക്കാൻ നടക്കുന്നവള്? നീയും നിന്റെ അച്ഛനും കൂടി ചേർന്നിട്ടില്ലേ എന്നെ തോൽപ്പിക്കാൻ നോക്കിയത്? ഇത്രയും നാളും നീ ഈ വീടിന്റെ സ്നേഹം പിടിച്ചുപറ്റി ഇവിടെ നാടകം കളിക്കുമായിരുന്നു അല്ലേ? നിന്റെ കള്ളത്തരങ്ങൾ എനിക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിന്നു പോവരുത്. എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോയ നിന്നെ ഞാൻ കുത്തി കളയും. ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന്, മുത്തശ്ശൻ അലറി. അവന്തികക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. തന്റെ സകല പ്ലാനുകളും പൊളിഞ്ഞു വീണതിന്റെ ആ ഒരു അപമാനത്തോടു കൂടെ തന്നെ അവൾ ആ പടിയിറങ്ങേണ്ടി വന്നു. അനന്തപുരിയിലെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറുകയായിരുന്നു. അനിയുടെയും നന്ദുവിന്റെയും പ്രണയത്തിന് മുന്നിലെ ഏറ്റവും വലിയ തടസ്സം ഇല്ലാതായിരിക്കുന്നു. ആദർശ് നയനയും നവ്യൊക്കെ ചേർന്നുകൊണ്ട് അനന്തപുരിയുടെ ശാപം മാറ്റിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അനന്തപുരിക്ക് സന്തോഷത്തിൻ്റെത് മാത്രമായിരിക്കും. ആ വലിയ ഹാളിൽ അപ്പോൾ പുതിയ പുലരിയുടെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.